ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 62. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരഞ്ഞ് പുറത്തേക്ക് പോയി. ഈ 17-ാം വാക്യം വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 18-19 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ അതിന് പൊതുവായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 8-ാമത്തെ അധ്യായം 20 മുതൽ 9-ാമത്തെ അധ്യായം 17 വരെ ദൈവം നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. നോഹയുടെ അനുസരണം എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത്. നോഹയുടെ അനുസരണം. ഉൽപ്പത്തി പുസ്തകം 6:22. മഴവില്ലാണ് ഈ ഉടമ്പടിയുടെ ബാഹ്യമായ അടയാളം. ഉൽപ്പത്തി 9:13. മനുഷ്യർ പാപികളാണ്. പാപത്തിൽ അവർ തുടരുകയും ചെയ്യുന്നു. 8:21 അത് വീണ്ടും കാണുന്നുണ്ട്. എങ്കിലും പ്രകൃതിയുടെ താളം സംരക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അതാണ് ഉൽപ്പത്തി 8:22 കാണുന്നത്. ലോകമാസകലം വ്യാപിക്കുന്ന മറ്റൊരു ജലപ്രളയം ഉണ്ടാകില്ലെന്ന് ദൈവം ഉറപ്പു നൽകുന്നു. ഉൽപ്പത്തി 9:11. തന്റെ സൃഷ്ടിയുമായി ദൈവം ഉണ്ടാക്കിയ ആദിമ ഉടമ്പടിയുടെ നവീകരണമാണ് ഈ ഉടമ്പടി. അതായത് ആദാം ഹവ്വ എന്നിവരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ നവീകരണമാണ് ഈ ഉടമ്പടി. ഇത്രയും കാര്യങ്ങളാണ് 8-ാമത്തെ അധ്യായം 20 മുതൽ 9-ാമത്തെ അധ്യായം 17 വരെ ചർച്ച ചെയ്യുന്നത്. അതിൽ 8, 20, 22 ഈ 18 മുതൽ 19 വാചകങ്ങൾ നമ്മൾ വായിച്ചു. 20, 22 ആണെങ്കിൽ തന്നെയും കുടുംബത്തെയും സൃഷ്ടികളുടെ പ്രതിനിധികളെയും രക്ഷിച്ചതിനും സംരക്ഷിച്ചതിനും നോഹ ദൈവത്തിന് കൃതജ്ഞത ബലിയർപ്പിക്കുന്നതാണ്. ഈ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ പുറത്തു വന്നു. അപ്പോ നോഹയുടെ കുടുംബം, സൃഷ്ടികളുടെ പ്രതിനിധികൾ, ഈ രണ്ട് വീതം, പിന്നെ 7 ജോഡി വീതം, ഇതൊക്കെ രക്ഷിച്ചതിന് നോഹ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടകത്തിൽ പുറത്തു വരുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ നോഹയുടെ ചില സ്വഭാവ സവിശേഷതകളാണ്. നോഹയെക്കുറിച്ച്. ഈ നോഹ ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ട് പുറത്തു വരികയാണല്ലോ. അപ്പൊ നോഹയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേക്കുക, അദ്ദേഹം നീതിമാനായിരുന്നു. ദൈവം മനുഷ്യഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചു അദ്ദേഹം. അതാണ് ഒന്നാമത്തെ അർത്ഥം. നോഹ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മനസാക്ഷിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അവരിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചവനാണ് നോഹ. 2, ദൈവത്തിന്റെ പുതിയ തീരുമാനങ്ങൾ തിരിച്ചറിയാനുള്ള ഹൃദയ സരളത നോഹയ്ക്കുണ്ടായിരുന്നു. ഈ മനുഷ്യഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല, ദൈവം ചില പുതിയ തീരുമാനങ്ങൾ വെളിപാടിലൂടെ അവതരിപ്പിക്കും. അത് തിരിച്ചറിയാനുള്ള ഓപ്പൺനെസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയ സരളത നോഹയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തോടൊപ്പം നടന്നവൻ എന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന വിശേഷണം. ദൈവത്തോടൊപ്പം നടന്നവൻ. സാധാരണ ഒരു മനുഷ്യൻ മാത്രമല്ല നോഹ. സാധാരണ മനുഷ്യർക്കൊക്കെ ഈ മനസാക്ഷി അനുസരിച്ച് ജീവിക്കാനുള്ള, പ്രകൃതിദത്തമായി ജീവിക്കാനുള്ള, പ്രകൃതിയിൽ മനസാക്ഷി ജീവിക്കാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, ദൈവത്തിന്റെ പുതിയ വെളിപാടുകൾ തിരിച്ചറിയാൻ, പുതിയ തീരുമാനം തിരിച്ചറിയാൻ. അപ്പൊ ദൈവത്തോടൊപ്പം നടക്കുക അതൊരു ഭയങ്കരമായ സംഗതിയാണത്. അപ്പൊ ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്റെ ദുഷിച്ച തലമുറയിലും അദ്ദേഹത്തിന് കറയറ്റ മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുന്നത്, നാട് ഓടുമ്പോൾ നടുവേ ഓടണം, എല്ലാവരും അഴിമതി ചെയ്യുമ്പോൾ ഞാനും അഴിമതി ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ദൈവത്തോടൊപ്പം നടക്കാത്തവരാണ്. ഏത് ദുഷിച്ച തലമുറയിലും കറയറ്റവരായി ജീവിക്കാം. എന്റെ മുമ്പിൽ ഒരുപാട് പേരുടെ ഈ രൂപം തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് അഴിമതി ചെയ്യാതെ, കൈക്കൂലി കൊടുക്കാതെ, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പോകേണ്ടി വരും. പക്ഷെ എന്നാലും കൈക്കൂലി കൊടുക്കാതെയും അഴിമതി ചെയ്യാതെ ജീവിക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ കൺവെട്ടത്തും നിങ്ങൾ തന്നെയും ചിലപ്പോൾ ഉണ്ടാകും, നിങ്ങളുടെ കൺവെട്ടത്തുണ്ടാകും. അങ്ങനെ കറയറ്റ മനുഷ്യരുണ്ട് ലോകത്ത്. ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയുടെ പങ്കാളിയായിരുന്നു നോഹ എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ആ പങ്കാളിത്തത്തിന് തെളിവാണ് അദ്ദേഹത്തിന്റെ അനുസരണം. അപ്പോ തന്റെ എന്തുമാത്രം ഘടകങ്ങളാണ് ഈ നോഹ എന്ന മനുഷ്യനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നീതിമാനായിരുന്നു, ദൈവത്തിന്റെ പുതിയ തീരുമാനങ്ങൾ തിരിച്ചറിയാൻ മാത്രം ദൈവത്തോടൊപ്പം നടന്നവനായിരുന്നു, തന്റെ ദുഷിച്ച തലമുറയിലും കറിയറ്റ മനുഷ്യനായിരുന്നു, ഈ ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയുടെ പങ്കാളിയായിരുന്നു, ആ പങ്കാളിയുടെ തെളിവാണ് അദ്ദേഹത്തിന്റെ അനുസരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോഹയെക്കുറിച്ചുണ്ട്. പിന്നെ ഒരു കാര്യം പറയാണ്, നോഹ ദൈവത്തിന് ബലിയർപ്പിച്ചു. ദൈവഭയമുള്ളവനായിരുന്നു.
ദൈവചിന്തയുള്ളവനായിരുന്നു. നവീകരിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ തലവൻ എന്ന നിലയിൽ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഈ ബലിയർപ്പണം. ബലിയർപ്പിക്കുകയുള്ളൂ, പുരോഹിതന്മാരെ ബലിയർപ്പിക്കുക. അപ്പൊ നവീകരിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ തലവൻ എന്ന നിലയിൽ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിച്ചവനാണ് നോഹ. പിന്നെ ഏദൻ തോട്ടത്തിൽ സസ്യലോകത്തെയും മൃഗലോകത്തെയും സംരക്ഷിക്കുന്നതിൽ ആദാം പരാജയപ്പെട്ടിരുന്നു. ഇല്ലേ, കല്ലും മുള്ളും മുൾച്ചെടികളും പുറപ്പെടുവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ശിക്ഷിക്കുന്നുണ്ടല്ലോ. ഏദൻ തോട്ടത്തില് സസ്യലോകത്തെയും മൃഗലോകത്തെയും സംരക്ഷിക്കുന്നതിൽ ആദാം പരാജയപ്പെട്ടു. ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ സസ്യലോകത്തെ ഇല്ലേ ഔട്ട്റീച്ച് ചെയ്ത്, ഇപ്പൊ നമ്മള് കാട് കയറി വനം നശിപ്പിക്കാന്നൊക്കെ പറയില്ലേ, അത് ഇതിന്റെ ഒരു ഭാഗമാണ്. സസ്യലോകത്തെ സംരക്ഷണയിൽ പരാജയപ്പെട്ട ആദാമിന്റെ ആ ഇത് തുടരുകയാണ് ഈ വനനശീകരണത്തിലൂടെ. മൃഗലോകത്തെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ആദാം. അങ്ങനെയാണ് മൃഗങ്ങളൊക്കെ അവന് ഇല്ലേ എതിരായി തീർന്നു. അപ്പൊ പ്രകൃതിയുടെ താളത്തിന് എതിരെ നിന്നു ആദ്യത്തെ ആദാം. എന്നാൽ പുതിയ മനുഷ്യവംശത്തിന്റെ തലവൻ എന്ന നിലയിൽ നോഹ സസ്യലോകത്തെയും ജന്തുലോകത്തെയും സംരക്ഷിക്കുന്നതിൽ വിജയിച്ചു. നോഹ താൻ നിർമ്മിച്ച പെട്ടകത്തില് അവയെ സംരക്ഷിക്കുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകനാണ് നോഹ. ചരിത്രത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകൻ. ഇപ്പൊ ഈ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ നോഹയുടെ പോലെയുള്ള ജീവിതം ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് പരിസ്ഥിതി പ്രവർത്തനം നടക്കുന്നത്? എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കല്ല. അപ്പോ നോഹയെപ്പോലെ ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ പരിസ്ഥിതി പ്രവർത്തനം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാബത്ത് ആചരിക്കുന്നതിൽ നോഹ മനസ്സിരുത്തുന്നു. പ്രളയത്തിന് മുമ്പും പിമ്പും 7 ദിവസം കാത്തിരിക്കുന്നത് സാബത്തിലേക്ക് വിരൽ ചൂണ്ടാണ്. ഈ ആദാമുമായി ഉണ്ടാക്കിയ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് സാബത്ത് ഉടമ്പടിയാണ്. 6 ദിവസം മനുഷ്യന്, 7-ാം ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിക്കാൻ. ഇല്ലേ, ഇവിടെ എത്ര പ്രാവശ്യമാണ് ഈ 7 ദിവസം കാത്തിരുന്നു നോഹ എന്ന് പറഞ്ഞിരിക്കുന്നത്? സാബത്ത് ആചരിക്കുന്നതിൽ മനസ്സിരുത്തി എന്നാണ് അർത്ഥം. അതായത് 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തോടൊപ്പം ഇരിക്കാൻ. അങ്ങനെ 7 ദിവസങ്ങളുള്ള ഒരാഴ്ചയിൽ 1 ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിക്കുമ്പോൾ ആ ആഴ്ച മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ സങ്കല്പമാണ്, അല്ലെങ്കിൽ അത് ആ വെളിപാട് നിവൃത്തിയാക്കുകയാണ് നോഹ എന്ന മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 2:1 അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ നമ്മൾ സാബത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ നോഹ യാഹ്വേക്ക് ഒരു ബലിപീഠം നിർമ്മിച്ചു എന്ന് ആ തിരുവചനം ഇല്ലേ, 20-ാമത്തെ വാക്യമാണ്, 8-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്നും ചിലതിനെ കൊണ്ടുവന്ന് അവൻ അവിടത്തേക്ക് ഹോമയാഗമായി അർപ്പിച്ചു. അത്ര വരെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് ഇത്രയും ഈ നോഹ എന്ന മനുഷ്യനെ കുറിച്ച് തന്നെ ഒരു വലിയൊരു വെളിപാടാണ് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇല്ലേ. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പോകാത്തതിന് കാരണം കുറച്ച് ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഇഷ്ടം പോലെ, നീതിമാൻ എന്നുള്ള ആ വാക്കിന് തന്നെ 7 ഡയമെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞുള്ള ടോക്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപൊരിക്കൽ. നീതിമാൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം നോഹ നീതിമാനായിരുന്നു പറഞ്ഞാൽ ആ 7 ഡയമെൻഷൻസും ചക്രവാളങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റു കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ നോഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ടോക്കും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കേട്ട് നോട്ട് കുറിക്കണം. നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പറഞ്ഞിട്ട് നോട്ട് കുറിക്കണം. എന്നിട്ട് ഓരോന്നും പതുക്കൊന്ന് ധ്യാനിക്കുമ്പോൾ അതിന്റെ ഈ നോഹ എന്ന മനുഷ്യൻ എന്തുമാത്രം വലിയ ആളായിരുന്നു, എത്ര മഹാനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ മഹത്വം നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകയിൽ നിലകൊള്ളുകയും നമ്മൾ എത്തിപ്പിടിക്കേണ്ട ഒരു നീതി എത്തിപ്പിടിക്കേണ്ട ഇല്ലേ, നീതിമാന്റെ ആ ആളത്വം, അത് നമുക്കൊരു ലക്ഷ്യമായി മാറുകയും ചെയ്യും. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കാനുള്ള മോഹമെങ്കിലും നമുക്കുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.